സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ പ്രവർത്തകരെ, ശ്രോതാക്കളെ, ബഹുമാന്യരായ പ്രവാസ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സംരക്ഷണവും സഹായവും എപ്പോഴും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു പരിശുദ്ധ റമദാൻ അതിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി നമ്മിലേക്ക് വരാനിരിക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസി സമൂഹവും മനുഷ്യൻ്റെ ജീവിതത്തിലും ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന ഗൗരവപ്പെട്ട ചില ചിന്തകൾക്കും തിരിച്ചറിവുകൾക്കുമാണ് ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. കാരണം പല നോമ്പുകളും ജീവിതത്തിൽ പകർത്താൻ അവസരം കിട്ടിയിട്ടും അതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണ്ടത്ര നന്മയാക്കപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും അതിനാത്മാർത്ഥമായി നമ്മളെ മനസ്സ് കാണുന്ന ഉത്തരവുമാണ് നമ്മളെ പരലോക ജീവിതം ധന്യമാക്കുക. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, നോമ്പ് അള്ളാഹുവിനുള്ളതാണ്. ഒരാൾ നോമ്പുകാരനാണോ എന്ന് അള്ളാഹുവിന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. ഒരു വ്യക്തി നമസ്കരിക്കുമ്പോൾ അയാൾ നമസ്കരിക്കുന്നുണ്ടെന്ന് മറ്റേതൊരു മനുഷ്യനും കാണാൻ സാധിക്കും. പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നോമ്പുണ്ടോ, അവൻ ആത്മാർത്ഥമായി റബ്ബിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചവനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക അള്ളാഹുവിന് മാത്രമായതുകൊണ്ട് നോമ്പ് അള്ളാഹുവിനുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ശുപാർശകനായി നോമ്പ് കടന്നു വരുമെന്നും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഓരോ നോമ്പുകൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ആ പരിശുദ്ധ റമദാനിനെ കൊണ്ട്, നോമ്പനുഷ്ഠാനത്തെ കൊണ്ട് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു, ആ നോമ്പിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയ ആളുകളുടെ, വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. കാരണം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോടും വിശ്വാസികളോടും പറഞ്ഞ ഒരു വാക്കുണ്ട്, മൻ അദ്റക റമളാന. ഒരാൾ ഒരു റമളാനിലെങ്കിലും ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും ഫലം യഗ്ഫിറു ദുനൂബ, എന്നിട്ട് അള്ളാഹുവിനെ കൊണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കാൻ, ആ പാപങ്ങൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിഷ്കളങ്കമായ പ്രവൃത്തിയോടെ, മനസ്സോടെ, ആത്മാർത്ഥമായി ആ പാപമോചനത്തിന് അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ, ആ പാപമോചനം അവന് ലഭിച്ചിട്ടില്ലെങ്കിൽ, ഫമത, പിന്നെ എപ്പോഴാണ് അവന് സന്ദർഭമുണ്ടാവുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക അവൻ്റെ പാപമോചനത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങൾ അത്രയും ചെയ്തു പോയിട്ടുള്ള, ജീവിതത്തിൽ കറയായി ബാധിച്ചിരിക്കുന്ന മനസ്സിലെ കുന്നുകൂടിയ പാപങ്ങളുടെ മോചനങ്ങളുടെ രാവുകളാണ് പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ. രാവും പകലും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ റബ്ബിൻ്റെ വാക്കുകളാൽ അലങ്കൃതമാക്കപ്പെടുകയും ആത്മീയ അങ്ങേയറ്റത്തെ അള്ളാഹുവിനോടുള്ള വിധേയത്വത്തോടുകൂടി ഭക്ഷണം നിയന്ത്രിച്ചും നാവുകളെ നിയന്ത്രിച്ചും അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങുന്ന ആ പരിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, എന്തിനാണ് നിങ്ങൾക്ക് നോമ്പ്, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകാൻ. എന്താണ് ഈ തഖ്വ? അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളെല്ലാം റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ആത്മാർത്ഥമായ മനസ്സോടുകൂടി ഹൃദയവിശുദ്ധി റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി പ്രകടിപ്പിക്കുന്ന വിശ്വാസ ജീവിതചര്യക്കാണ് തഖ്വ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ തിരുദൂതൻ പഠിപ്പിച്ചത്. ആ തഖ്വയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇനിയൊരു മടക്കം തിന്മകളിലേക്കില്ല എന്ന ചിന്തയോടെ ചെയ്തു പോയിട്ടുള്ള സർവമാന പാപങ്ങളും നാഥന്റെ മുൻപിൽ അർപ്പിച്ചുകൊണ്ട് റബ്ബിന് വിധേയനായി ജീവിക്കുന്ന ഒരു ജീവിതം,
ആ അവസരമാണ് ഇൻഷാ അള്ളാഹ് ഈ പരിശുദ്ധ റമദാനിലൂടെ അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും പാപരഹിതരാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അറിഞ്ഞും അറിയാതെയും നാവുകൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും ജീവിതം കൊണ്ടും ബന്ധങ്ങളെ കൊണ്ടും 1000 തിന്മകൾ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോകാറുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം അതേറ്റു പറയാൻ ഒരു മാസം, അതേറ്റു പറയാൻ റബ്ബിന്റെ മുൻപിൽ 2 കൈയും നീട്ടി അല്ലാഹു തആല കാത്തിരിക്കുന്ന ഒരു മാസം, അതാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും പിശാച് ബന്ധിക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പാശ്ചാത്തപിച്ച് പാപമോചനത്തിലൂടെ മുൻപോട്ട് പോകാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും റമദാനുകൾ കഴിഞ്ഞു പോകുമ്പോൾ ആത്മാർത്ഥമായി ചെയ്തു കൂട്ടിയ തെറ്റുകൾ റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞൊരു ഇസ്തിഗ്ഫാർ നേടാൻ, പാപമോചനം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അള്ളാഹു ഈ ലോകത്തുള്ള ഒരുപാട് മത്സരങ്ങളെപ്പറ്റി, ധൃതിയെപ്പറ്റി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പലരും ദുനിയാവിന്റെ പിന്നാലെ ധൃതിപ്പെട്ടോടും, പലരും സമ്പത്തിന്റെ പിന്നാലെ പരക്കം പായും. അതെല്ലാം സത്യമാകുന്ന രീതിയിൽ പരസ്പരം വെട്ടിപ്പിടിക്കാനും സമ്പാദിക്കാനും മത്സരിച്ചോടാനും മനുഷ്യൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അതേ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യരോട് പറയുന്ന ഒരു മത്സരത്തിന്റെ തീവ്രമായ രീതിയിൽ ഒരു അന്വേഷണത്തിന്റെ ഒരു കൃത്യമായ ഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും. വസാരിഉ, നിങ്ങൾ മത്സരിക്കണം, ധൃതിപ്പെട്ട് മുന്നേറണം, വളരെ വേഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കണം. എന്തിന്? ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കിലേക്ക്, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിഹിം, ഇലാ മഗ്ഫിറത്തിൻ, പാപമോചനത്തിലേക്ക്, മിൻ റബ്ബിഹിം, നിങ്ങളുടെ രക്ഷിതാവിന്റെ, അവരുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക് അവർ ധൃതിപ്പെട്ട് മുന്നേറട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ആകാശഭൂമികളെക്കാൾ വിശാലമായ, മനുഷ്യൻ എന്തും അള്ളാഹുവിന്റെ അരികിൽ അനുവദിച്ചു നൽകപ്പെടുന്ന ആ സ്വർഗീയ പൂന്തോട്ടത്തിലേക്കുള്ള പ്രവേശനത്തിന് ചെയ്തുപോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് അവരേറ്റുപറഞ്ഞ് പാപമോചനത്തിന് തേടട്ടെ, അതിനവർ ധൃതി കാണിക്കട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു പാപമോചനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില മുന്നൊരുക്കങ്ങളും ചില മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ആ ഹജ്ജ് കർമ്മത്തെപ്പറ്റി മഹാനായ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയത്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരുന്നവൻ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചവനെ പോലെ പാപമുക്തനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് തിരിച്ചു പോകുന്ന ആളുകൾക്ക് പലർക്കും അത് ഒരു ടൂറും വെറുതെ ഒരു ചര്യയുമായി മാറിക്കൊണ്ടിരിക്കാനുള്ള കാരണം, ഏതൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ വിശ്വാസിയുടെ ജീവിതത്തിൽ ചില അടയാളങ്ങളും മാറ്റങ്ങളും ഉണ്ടാകണം. പാപമോചനമാണ് റബ്ബ് നമുക്ക് അനുഗ്രഹമായി നൽകണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ മാറ്റത്തെപ്പറ്റി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിപ്പിക്കുന്നു. അല്ലദീന ഇദാ ഫഅലൂ ഫായിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു. ആരാണവർ? അവർ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു പോയി, സ്വന്തം ജീവിതത്തോട് ഒരുപാട് അനാദരവുകൾ, വ്യഭിചാരം, പലിശ, കളവ്, ചതി, വഞ്ചന, ഇങ്ങനെ പലതും അവർ സ്വന്തത്തോട് തന്നെ ചെയ്തു പോയി. അങ്ങനെ തിന്മയാക്കപ്പെട്ട ഒരു മാർഗത്തിലൂടെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത വൃത്തികെട്ട മലിനമായൊരു മാർഗത്തിലൂടെ അവൻ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിനെ അവൻ ഓർമ്മ വന്നു. റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവന് ചിന്തകളുണ്ടായി. അത് ഓർമ്മ വന്ന ഉടനെ ഫസ്തഗ്ഫിറുല്ലാഹ്, അവൻ അള്ളാഹുവിനോട് പാപമോചനം തേടി. അങ്ങനെയുള്ള ആളുകളുടെ പാപമോചനമാണ് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം. വീണ്ടും വീണ്ടും ആവർത്തിച്ച് തിന്മകളിലേക്ക് പോകുകയും തിന്മകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളുടെ പാപം ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഏകനായ സൃഷ്ടാവിൽ അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹു പറയുന്ന നിബന്ധനകൾക്കും നിയമങ്ങൾക്കും വിധേയനായി ചെയ്തുപോയ പാപങ്ങൾ എത്രയുണ്ടെങ്കിലും
അവൻ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയാൽ ആ പാപമോചനത്തിന് റബ്ബ് റെഡിയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചത് നമുക്കറിയാം. നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് നടന്നു ചെന്നാൽ അള്ളാഹു നിങ്ങളിലേക്ക് ഓടി വരും. നിങ്ങൾ റബ്ബിന്റെ അരികിലേക്ക് ഒരു ചാണെടുത്താൽ അള്ളാഹു നിങ്ങളോട് ഒരു മുഴമെടുക്കും. നിങ്ങളൊരു മുഴമെടുത്താൽ അള്ളാഹു നിങ്ങളിലേക്ക് ഒരു മാറെടുക്കും. ഇത്രമാത്രം നമ്മളുടെ പാപമോചനത്തിന് സന്നദ്ധനായി ചെയ്തു പോകുന്ന പാപങ്ങൾ തുറന്നു പറയുന്നവർക്ക് മുൻപിൽ കാരുണ്യത്തിന്റെ മഹാപ്രപഞ്ചം വിശാലമായ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുന്ന റബ്ബ് കാത്തിരിക്കുമ്പോൾ ആത്മാർത്ഥമായി റബ്ബിന്റെ മുൻപിൽ നെഞ്ചു തുറന്ന് ചെയ്തു പോയ സങ്കടങ്ങളും പാപങ്ങളും കറകളും കഴുകിക്കളയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഓരോ പരിശുദ്ധ റമളാൻ കൊണ്ടും നമുക്കുണ്ടാവേണ്ട നേട്ടം. അതല്ലേ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. നബിയെ അവരോട് പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തന്നെ അതിക്രമങ്ങൾ പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളെ, ലാ തഖനതു മിൻ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവല്ലേ. നിങ്ങളുടെ പാപങ്ങൾ റബ്ബ് പൊറുക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, സർവ പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരും. ഫഇൻ സന, നിങ്ങൾ വ്യഭിചരിച്ചാലും, വഇൻ ശരിബൽ ഖംറ, നിങ്ങൾ കള്ളു കുടിച്ചാലും, വഇൻ സറക, നിങ്ങൾ മോഷണം നടത്തിയവരാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരും. 100 ആളെ കൊന്നവന് പൊറുത്തു കൊടുത്തതാണ് ഇസ്ലാമിക ചരിത്രമെങ്കിൽ ആ പൊറുക്കലിലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക്, പാപമോചനത്തിലേക്ക് നമുക്ക് മടങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. ചെയ്തു കൂട്ടിയ തിന്മകളുമായിട്ടുള്ളൊരു മരണത്തെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രയേറെ സമ്പാദിച്ചാലും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. ചെയ്തു കൂട്ടുന്ന പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആ പാപമുക്തമായ ഒരു ജീവിതവുമായി നാഥനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്നുള്ളതാവണം ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹവും സമ്പാദ്യവും ആഗ്രഹങ്ങളും. ഇക്കഴിഞ്ഞ ദിവസം ഒരു സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബക്കാരായ ചിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവര് പറഞ്ഞു, ഇന്ന വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു, നല്ല വ്യക്തിയായിരുന്നു, പക്ഷേ നമസ്കരിക്കുന്നതിൽ വലിയ താല്പര്യമല്ല, നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ താല്പര്യങ്ങളില്ല, ഇതുപോലെ പല തിന്മകളും പല തെറ്റുകളും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതായിട്ട് അറിവുകളുണ്ട്. ആ തെറ്റുകൾ അവന്റെ ജീവിതത്തിലേക്ക് അവൻ ചേർത്ത് വെക്കുമ്പോഴും ഒരുപാട് നന്മകൾ അവന്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും അള്ളാഹു നിർബന്ധമാക്കിയ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഗൗരവത്തോടെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളിൽ അവന്റെ പോരായ്മകളും അലസതയും ഞങ്ങളെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അത് തിരുത്താതെയാണ് അവൻ മരിച്ചത്. അതുകൊണ്ട് തന്നെ അവന്റെ പരലോകം വിചാരിക്കുമ്പോ, ചിന്തിക്കുമ്പോ അവൻ അള്ളാഹുവിന്റെ നരകാവകാശിയായി പോകുമോ എന്ന ആശങ്കയും സങ്കടവും ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാൽ നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും ആശ്വാസത്തോടെ സമാധാനത്തോടെ അവന് സ്വർഗമുണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം. അതിനെന്തു വേണം? ഈ ജീവനുള്ള കാലത്ത് ചെയ്തു പോയ പാപങ്ങൾ റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറയാൻ സാധിക്കണം. ആ റബ്ബ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അള്ളാഹു നിങ്ങൾക്ക് നേരെ കൈനീട്ടി സൽ, ചോദിക്കും മനുഷ്യരെ, നിങ്ങൾക്ക് പാപമോചനം ഞാൻ തരാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ ആ പാപമോചനത്തിന്റെ നാളുകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഹൃദയം തുറന്ന് റബ്ബിന്റെ മുൻപിൽ കണ്ണുനീരിലൂടെ പാപത്തിന്റെ കറകൾ കഴുകിക്കളയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനെന്തു വേണം? ചില യോഗ്യതകൾ വേണം. എന്താണ് ആ യോഗ്യത? റമദാൻ എത്തുമ്പോഴേക്കും ഒരു പ്രകടന പരതയുടെ അഭിനയ ജീവിതം നയിക്കലല്ല, ആർക്കെങ്കിലും സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് വാരിക്കോരി ധനം ചെലവാക്കലല്ല, മറിച്ചൊരു മനുഷ്യൻ അവൻ ചെയ്യുന്ന പാപങ്ങൾ, അവന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, അത് അള്ളാഹു പൊറുക്കണമെങ്കിൽ അള്ളാഹു മനുഷ്യനിൽ നിന്ന് ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും ചില കാര്യങ്ങളാണ്. അതിലൊന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളത്. ഒരിക്കലും റബ്ബിന് സമനായി ഒരു ഷെയ്ഖിനെയും തങ്ങളെയും ജാറങ്ങളെയും ബീവിയെയും കാണാതിരിക്കുക എന്നുള്ളത്.
ഏകനായ സൃഷ്ടാവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ആ റബ്ബിന്റെ ഭൂമിയിൽ റബ്ബിന്റെ കാരുണ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യനാവുക. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും അല്ലാഹു ആരാണ് എന്ന ചോദ്യത്തിന് അല്ലാഹു സ്വമദാണ്, ലോകത്തുള്ള സർവർക്കും ആശ്രയം കൊടുക്കുന്നവൻ, ഈ ലോകത്തുള്ള ഓരോ ധാന്യങ്ങളെയും പുൽക്കൊടികളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ.